കുട്ടികളെയൊക്കെ എടുത്തടിച്ചിട്ട് മറ്റേ അവിടെ അവന്റെ ഒക്കെ അടുത്ത് പോയി അടിക്കുന്ന മെസ്സ് പോലെ ടിവിയുടെ അടുത്തോട്ട് ഇനി വരാൻ പാടില്ല. രണ്ടാമത്തെ വട്ടമാണ് ഞാൻ ഇത് പറയുന്നത്. പിന്നെ മറ്റേ ഫയൽ ഇട്ടത് നോർമലൈസ് ചെയ്ത് കുറെ കണ്ടികളുണ്ടല്ലോ HFലെ, ആ കണ്ടിയുടെ അടുത്തുനിന്ന് വന്ന മെയിൻ കണ്ടി പ്രണവേ, നിന്നോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നീ നിന്റെ കാര്യവും നിന്റെ റേഡിയോയുടെ കാര്യവും പിന്നെ സുൽത്താനെയും കൂടെ റേഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം. പുള്ളിയോടൊന്ന് സംസാരിച്ചാൽ കുറെ കാര്യങ്ങളൊക്കെ നിനക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ നീ ആ റേഡിയോയിൽ പറയുന്ന കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും മാത്രമായിട്ട് നോക്കിയാൽ ടിവിയുടെ റേഡിയോയിൽ ആര് കണക്ട് ചെയ്യണ്ടെന്നൊക്കെ ടിവിയുടെ കാര്യം നോക്കിക്കോളും, ടിവിയെ നോക്കിക്കോളും. നീ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. നീ ഒരേ സമയം ഹെൽ ഫയറിനും സുൽത്താനും MRCക്കും TVക്കും വേണ്ടി കളിക്കണ്ട കേട്ടോടാ പ്രണവ് കണ്ടി, മനസ്സിലായ? അപ്പൊ ഗെറ്റ് ഗുഡ്, പോയി ഒന്നുകൂടെ ഇതാക്കിട്ട് വാ, തരാം ഞാൻ. വേറെ ഒന്നും പറയണ്ടടാ, വേറെ ഒന്നും പറയണ്ട, വിട്ടേ, ഇത്ര മതി, കഴിഞ്ഞ് നമുക്ക് വിട്ട്. കാരണം ഈ കണ്ടികൾ ഇത്രേ ഉള്ളൂ, ഇതിന് അപ്പുറത്തോട്ട് വേറെ ഒന്നും പറയാനില്ല. കഴിഞ്ഞു. ഇനി പോയിരുന്ന് ഇനി നീ ഒരു കാര്യം ചെയ്യണം. ഇനി നീയൊക്കെ കുറച്ചെണ്ണം അവിടെ ഇരുന്ന് അയ്യോ ഇത് അഡ്മിൻ ഫേവറബിൾ ഡിസിഷൻ അവർക്ക് വേണ്ടി എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതാക്കും. അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെർവറിൽ നിന്ന് ഇറങ്ങണം, മതി. നീ ഗതികെട്ട് കളിക്കണ്ട, മതി. കഴിഞ്ഞ് നിങ്ങൾക്ക് ബാക്കി ഓഡിയൻസിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വാർ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് സ്പെഷ്യലി വേറൊരു കാര്യം കൂടെ, KV അടിച്ചപ്പം നമ്മളടുത്ത് അവരാധിക്കാൻ കുറെ കൊച്ചുമുണ്ടാൾ വന്നായിരുന്നു. അതൊക്കെ നിനക്ക് വീണ് കിട്ടിയ അവസരത്തിൽ നിനക്കൊക്കെ കിട്ടിയ ഒരു സാധനമാണ്. അതിന്റെ അപ്പുറത്തോട്ട് നിനക്കൊന്നും സംസാരിക്കാനുള്ള നിന്റെ ചാറ്റ് കണ്ടില്ലേ റോളക്സ് കണ്ട? എടാ മോനെ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, ഞാനിപ്പോ ഇത് കണ്ട് സന്തോഷത്തോടെ പോയി കിടന്ന് ഉറങ്ങുമ്പോ നീ 2 വട്ടം അടി കിട്ടി എന്റെ ഇങ്ങനെ മനസ്സിൽ ഓർത്ത് വിഷമിച്ച് നിന്റെ ജീവിതം ആലോചിക്കുമ്പോഴേ എനിക്ക്, നീ ഒന്ന് ആലോചിച്ച് നോക്കി, നീ ഗെയിമോ കളിക്കുന്നില്ല, നീയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവന്മാർക്ക് കഴിവോ ഇല്ല, അവന്മാർക്ക് വേണ്ടിയിട്ട് നിന്റെയൊക്കെ ഉറക്കം കളഞ്ഞ് നീയൊക്കെ ഇരിക്കാന്ന് പറഞ്ഞാൽ നിന്റെയൊക്കെ ഗതികേട് ആലോചിക്കുമ്പോ എനിക്ക് ചിരി വരുന്നു. സത്യം പറയാം. എനിക്ക് നമ്മുടെ വിൻ സ്ട്രീക്ക് എത്രടാ? ഒരു 14 കളി കളിച്ചാ, ഒരു 14 കളി കണ്ടിന്യൂസ് ജയിച്ചാൽ നമുക്കൊരു PC ഉണ്ടേ, നമുക്കൊരു PC ഉണ്ടേ 14 കളി കണ്ടിന്യൂസ് ജയിച്ചാല്. സ്നൈപ്പേ 14 കളി കണ്ടിന്യൂസ് ജയിച്ചിട്ട് വേണോടാ എനിക്ക് എന്റെ PC ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണോടാ. എനിക്ക് മുട്ട ലാഗടാ, എനിക്ക് മുട്ട ലാഗ്. നമ്മുടെ ഒരു അടിയുള്ളൂ, വീണ്ടും പോകും. എടാ വിടറ മതി ബാക്കിയല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന് സിനിമാറ്റിക്സ് ഒന്നും ഇല്ല. ഈ കണ്ടികളെ എല്ലാം ഞങ്ങൾ ഓൾറെഡി അടിച്ച് വിട്ടതാണ്. ഞങ്ങൾക്ക് ഇത് പോകാനൊന്നും വയ്യ, ഞങ്ങൾ അടിച്ചു കഴിഞ്ഞു. ഇത് നമ്മളൊരു ഷോർട്സ് റീലും ആക്കുന്നതായിരിക്കും. അതെ, ഇന്നൊരു റീല് വന്നായിരുന്നു. ആ റീലിന്റെ റിപ്ലൈ ഞാൻ നാളെ അങ്ങ് ഇടും, അത്രേ ഉള്ളൂ. ആ റീലിന്റെ റിപ്ലൈ ഞാൻ ഇടുവേ നാളെ അങ്ങ്. വൺഡേ അല്ല 6 വർഷം മുമ്പ് ഡേ 1 തൊട്ട് തുടങ്ങിയോണ്ട് ഈ ഗ്യാങ് ഇവിടെ നിൽക്കുന്നത്. വൺഡേ അല്ല, എനിക്ക് 6 വർഷം മുമ്പേ ഡേ 1 തൊട്ട് ഞാൻ ഇരുന്നതിന്റെയാണ് ഇവിടെ ഈ ഗ്യാങ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാതെ വൺഡേ ഒന്നും അല്ല. കൊണ അടിക്കുവാണെങ്കിൽ ഞാൻ ആ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടേ അടിക്കുള്ളൂ. എത്തുമ്പോ അടിച്ചാ മതി. അല്ല, അണ്ണന്റെ പ്രണവ് ഒറ്റയ്ക്ക് മറ്റേ റേഡിയോ കണക്ട് ചെയ്യണം. അവനെ ഇടിയും കൊണ്ട് ചത്തില്ല, ഇടിയും കൊണ്ട് അവനെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. അവൻ ഇനി ഉറപ്പിടാ, അവൻ ഇനി 10 ദിവസം അവനിപ്പോ നേരെ രണ്ടുപേരെ വെടിവെച്ചിട്ട് 1v1 വെളുപ്പിന് വരെ ഇരിക്കും. കണ്ണാപ്പി ഞാൻ നിന്റെ അടുത്ത് വേറെ ആരും കണ്ണാപ്പി നിന്നെ ഒരു അപരാധിയെ ലൈവിൽ ഇരുന്ന് കുറെ വിളിച്ചായിരുന്നേ, അതിനുള്ള നീ മറുപടി അങ്ങ് പറഞ്ഞിട്ട് നിർത്തിയത്. അത് മറ്റേ ഇക്രോ അല്ലേ? ഞാൻ നിനക്ക് ആരോടാ പറയണെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് പറഞ്ഞു നിർത്തിക്കോ. എടാ എനിക്ക് ഇക്രോനാണ് പറയാനുള്ളത്. അവൻ പറഞ്ഞു കഴിവുള്ള കുറച്ചാ എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തത് ഇന്നെന്റെ തന്തയ്ക്ക് വിളിച്ചു, മനസ്സിലായോ? അപ്പം ഇക്രൂന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഈ കുറെ ഊമ്മമാരുടെ കൂടെ നിൽക്കുന്നതിന് ഭേദം നീ ഇതുപോലാണ് എല്ലാ ഊമ്പിയ ഗ്യാങ് കയറും ഒരു 5 ദിവസം കഴിയുമ്പോൾ ഇറങ്ങും. അങ്ങനെ ഒരു വർഷത്തിൽ 10 ഗ്യാങ് നീ കയറിയിട്ടുണ്ടെന്ന് നീ ആലോചിക്കുക. എനിക്കതിന്റെ ഗതികൾ ഉണ്ടായിട്ടില്ല. ഒരു വർഷത്തിൽ 10 ഗ്യാങ് കയറുന്ന പുണ്ടച്ചു പോകാൻ, മനസ്സിലായോ? ഒരു കാര്യം അല്ല, എനിക്ക് എക്സ്പ്ലനേഷൻ ലൈവ് ഒന്നും വരാൻ വേണ്ടി വയ്യാത്തതുകൊണ്ടാണ് ഇവിടെ തന്നെ ക്ലിയർ ആക്കുന്നത്. കാരണം നിങ്ങൾ TV ഓഡിയൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ മറ്റേ സ്കൂളില്ലാത്ത പയ്യന്മാരെ ഒന്നും എനിക്ക് ഇത് ബോധിപ്പിക്കാനുള്ള കാര്യമൊന്നും എനിക്ക് വയ്യ. കാരണം ഇവന്റെയൊക്കെ ബ്രെയിൻ ഊരി മേടിച്ചിരിക്കും അവരെന്നാലും അതല്ലാത്തോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയണേ ഗൈസ്, ഇന്നലത്തെ സിറ്റുവേഷനിൽ
ഇന്നലത്തെ സിറ്റുവേഷനിൽ നമ്മൾ അഡ്മിനെ കൊണ്ടുവന്ന് വെരിഫൈ ചെയ്ത് കാണിച്ചൊരു കാര്യം കൂടാണ്. ഇന്നലെ നിങ്ങളല്ല കുറേ അച്ചിപ്പട്ടികളും കുറേ അവരുടെ ലീഡറും കോ ലീഡർ അടക്കം കുറേ എണ്ണം TVAX KVA എന്നൊക്കെ പറഞ്ഞ് KVA ബാക്കപ്പ് വന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഗൈസ് എന്താ കാര്യം നിങ്ങളുടെ അടുത്ത് തെളിച്ചൊന്നുകൂടെ പറയാം. ഇതുകൂടെ കേട്ടോ. കൺവേർട്ടിംഗ് എന്നും അണ്ടിന്നും ഒക്കെ നീയൊക്കെ നിന്റെ മറ്റേ കോ ലീഡറിന്റെ ലൈവിൽ പോയിരുന്നു മുമ്പേ മതി. എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വന്നാൽ നല്ല വിളി ഞാൻ വിളിക്കും. ഒരു കാര്യം പറയണം. ഇത് കേട്ടോ. പറയണ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൈസ് KVAയുടെ ആൾക്കാർ KVA ഓൾറെഡി സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി നിൽക്കുക ഇവരോട്. കാരണം KVAക്ക് ഒരു അടി കിട്ടിയോണ്ട് അവർ തിരിച്ചടിക്കാൻ വേണ്ടി ഓൾറെഡി നിൽക്കുക. അപ്പോൾ സിറ്റുവേഷൻ ഇന്നലെ നമ്മുടെ ഹോസ്റ്റേജിൻ്റെ അടുത്ത് വന്ന അവന്മാർ താങ്ങി തൂങ്ങിയൊക്കെ നിന്ന് എങ്ങനെയും ഒരു വള്ളി കിട്ടട്ടെ എന്നുള്ള രീതിയിൽ താങ്ങി തൂങ്ങി നിന്ന്. അപ്പോൾ അവരവിടെ നിന്ന സമയത്ത് അവരുടെ ദേഹത്ത് വെടികൊണ്ട് ഈ വെടികൊണ്ട കാര്യം നേരെ പോയി അവരവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ഫ്ലഫി എന്ന് പറയുന്ന പ്ലെയർ അന്നേരം അവിടെ നിന്ന് നേരെ പോയിട്ട് KVAയുടെ വണ്ടി എടുത്ത് KVAയുടെ വണ്ടി. ഈ POV ഒന്നും നിങ്ങളെ ആരും കാണിച്ചു തരില്ല. കാരണം ഇവരിങ്ങനെ പറയും. അവർ പറയുന്നത് വിശ്വസിച്ചോണം. അതാണ് അവിടുത്തെ നിയമം. ഞാൻ പറയണത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്ലഫി പോയി KVAയുടെ വണ്ടി എടുത്തു. KVAയുടെ വണ്ടി എടുത്തപ്പം KVAക്കാർ ചോദിക്കാൻ വന്നു, നീ എന്തിനാടാ വണ്ടി എടുത്തതെന്ന്. അവരുടെ വണ്ടി എടുത്തുകൊണ്ട് ഫ്ലഫിയാണ് പോയി അവിടെ ഈ പറയണത് പോലെ അവരുടെ വണ്ടി എടുത്ത് സിറ്റുവേഷൻ ട്രിഗർ ചെയ്തത്. അതിനാണ് ഫ്ലഫിയെ ഹോസ്റ്റേജ് എടുത്തത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, ഞാനും KVAയും TVയുടെ ഒരുമിച്ച് ഫ്ലഫിയെ ഗണ്ണയും ചെയ്യുന്നു. ഞാൻ നോക്കിയപ്പോൾ ഗൈസ് ഇവരുണ്ടല്ലോ ഇന്നലെ കളിച്ചപ്പോൾ ഇവരൊരു വെസ്റ്റ് ഇട്ടാ ഗൈസ് കളിച്ചത്. അതായത് ഒരു പിങ്ക് കളറിലെ വെസ്റ്റ്. നമ്മൾ മുതുക്കിൽ അടിക്കാൻ ചെന്ന സമയത്ത് ഇവൻ ഷർട്ട് ഊരി വെസ്റ്റ് ഇട്ടുകൊണ്ട് ഓടി. ഞാൻ അന്നേരം ഇവനെ അടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വണ്ടിക്കകത്തുനിന്ന് ചാടി ഇറങ്ങി. ഞാൻ റേഡിയോ കോൾ കൊടുത്ത് എല്ലാവരും ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് റേഡിയോ കോൾ കൊടുത്ത് നിങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് ഗണ്ണയും ചെയ്തപ്പോഴത്തേക്കിന് KVAയുടെ ആൾക്കാർ ഫ്ലഫിയെ ഗണ്ണയും ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഫ്ലഫിയോടാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ അപ്പാർട്ട് ഫ്രം ദ RP ആണ് സംസാരിക്കുന്നത്. ഫ്ലഫി ആയതുകൊണ്ട് വെറുതെ അവിടെ ഇരുന്ന് അത് സംസാരിച്ച് മോശമാക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ വണ്ടി എടുത്ത് പോയി. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കത്തില്ലായിരുന്നു അവിടെ നിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഒന്നും സംസാരിച്ചില്ല, ഞാൻ ഒന്നും ഇതാക്കിയില്ല. ഫ്ലഫി ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വണ്ടി എടുത്ത് തിരിച്ചു പോയി. അതാണ് ഞാൻ ചെയ്തത്. അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് KVAയും TVയുടെ ഒരുമിച്ച് നിന്ന് ഗണ്ണയും ചെയ്തൊന്നുമില്ല. എൻ്റെ കയ്യിൽ POV ഉണ്ട്. എനിക്കിനി ഇതൊന്നും ഞാൻ ഇത് ഓൾറെഡി കാണിക്കേണ്ടവരെ കാണിച്ച് ഇനി എക്സ്പ്ലനേഷൻ ലൈവായിട്ട് ഡെയിലി വരാൻ വയ്യ. എനിക്കിതല്ല പണി. എനിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ സിറ്റുവേഷനിലൂടെ ഞങ്ങളിത് റീസെറ്റ് ചെയ്യുക. ഞങ്ങളിത് റീസെറ്റ് ചെയ്യുക. അടിക്കാൻ കഴിവില്ല, എന്നാലും നിനക്കൊക്കെ അടിക്കാൻ കേബിലിറ്റി ഉള്ള സമയത്ത് വാ. ആ സമയത്ത് നമുക്ക് ബാക്കി സിറ്റുവേഷൻ എടുക്കാം. എൻഡ് ഓഫ് ദ സിറ്റുവേഷൻ പ്രാക്ടീസ് സെർവർ പോയിട്ട് വാങ്ങ തിരുപ്പിയോ. പ്രാക്ടീസ് സെർവറിൽ പോയി കുറെ മെന്റൽ പരിപാടികളൊക്കെ ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. നിങ്ങളുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സാധാരണ TV കളിക്കുന്ന പ്ലേയിങ് സ്റ്റൈലല്ല നമ്മൾ ഇന്ന് കളിച്ചത്. ഇന്ന് ഓൾറെഡി നമുക്കറിയായിരുന്നു ഇത് ഇങ്ങനെ ഡിലേ ആക്കി ലേറ്റ് ആക്കി കളിക്കാനുള്ളത്. അതിൽ 2 കാരണമുണ്ട്. ഒന്ന്, നമ്മുടെ അടി കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ KVAയുടെ അടി കൊള്ളുമോ എന്നുള്ള പേടി. ഒന്നാമത്തെ കാര്യം. ഫസ്റ്റ് കാര്യം അതാണ്. അതുകൊണ്ട് ഓൾറെഡി ഇവന്മാർ ഡിലേ സ്ട്രാറ്റജി കളിച്ച് ഞങ്ങൾ ഇന്ന് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇവന്മാർ പുഴിപ്പിക്കാൻ നിൽക്കുവാണെങ്കിൽ ഇങ്ങനെ തന്നെ തിരിച്ച് കളിച്ചു കൊടുക്കണമെന്ന്. ഈ ഒരു വാറ് മാത്രമേ ഞാൻ ഇപ്പോഴും നിങ്ങളടുത്ത് പറയാം. ഈ ഒരു വാറ് മാത്രമേ ഇങ്ങനത്തെ ഒരു പ്ലേയിങ് സ്റ്റൈൽ TVയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുള്ളൂ. ഇത് ഇന്ന് എങ്ങനെ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന അതുപോലെ തിരിച്ച് പുഴിപ്പിക്കാൻ വേണ്ടി നിന്നാണ്. അത് നല്ല രീതിയിൽ എല്ലാവരും എക്സിക്യൂട്ടും ചെയ്ത് കളിച്ച് മനസ്സിലായി. ഇനി ബാക്കിയൊക്കെ ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേറെ ഗൈസ് ഇതിൽ കൂടുതൽ ഞാൻ OC പറയണില്ല, ഞാൻ ആരെ തെറി വിളിക്കുന്നില്ല, ഞാൻ ഒന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിവിടെ നിർത്തുക. ഇവിടെ കഴിഞ്ഞു, ഞങ്ങൾ അടിച്ചു, ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾ ഇതിൻ്റെ റിപ്ലൈ റീൽ കൊടുക്കും. വേറെ സിനിമാറ്റിക്സ് ഒന്നുമില്ല, കഴിഞ്ഞു. ആൻഡ് ഇത് ഈ ഒരു വാർ TVയുടെ എല്ലാ ഓഡിയൻസിനും അതുപോലെ KVAക്കും വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. പറഞ്ഞോ കോച്ച്, പറഞ്ഞോ. അപ്പാപ്പൻ വന്നിട്ട് ഒന്ന് சொன்னார் ஸ்டார்டிங்ல ஈகிள தூக்குனா என்ன நடக்கும்ட்டு കാണിച്ചു തന്ന്. അത്രേ ഉള്ളൂ. കോച്ചിന്റെ 5 പിക്ക് കാണിച്ചു കോച്ച്. POV കാണിര് ഇവിടെ. ഇനി സെക്കൻഡ് ആയിട്ട് വാടാ, സെക്കൻഡ്. എനിക്ക് വീണ്ടും കിട്ടിയെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. സിനിമാറ്റിക് ഇല്ല ഗൈസ്, ഒരു റീൽ അത്രയൊക്കെ ഉള്ളേ ഉള്ളൂ. കഴിഞ്ഞ വാറിന് ഇതിന്റെ ആരും പോലെ ബക്കറ്റ് കൊണ്ടുകളി അവന്മാർക്ക് കരിവറിന മക്കൾ എന്തൊരു വീഡിയോ മാടാ കാണിനെ. എന്നെ അരച്ച ഇത് പ്രീവാറല്ലേ കോച്ചിന്റെ നമ്മുടെ മാബിക്കും കൂടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മോബിക്ക് കളിക്കാൻ പറ്റിയില്ല. അവന് തന്തയ്ക്ക് വിളിച്ചാണ്ടല്ലേ നോക്കി ഇങ്ങോട്ട് നിക്കത്തില്ല. ഇതേപോലെ എടുത്തിട്ട് കളിച്ചു കൊടുക്കും. ഒന്ന് റേഡിയോ അതെന്താണ്
ഇതാരാണ് ഇത്? ആ കോച്ച് കറുത്ത എന്തിനു സംഭവം. കോച്ച നടക്കുന്നത് കോച്ച്, എന്താ നടക്കുന്നേ? നല്ലടി നല്ലടി. നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തേ. കോച്ച് കഴിഞ്ഞില്ലേ? കില്ല് കിട്ടില്ലേ? ഇത് കഴിഞ്ഞിട്ട് പറയടാ നീല. നിങ്ങൾക്ക് അവർക്ക് സ്റ്റക്ക് ഒന്നും ഇല്ലായിരുന്നു. ബ്രോ എനിക്ക് എല്ലാരും അനങ്ങാണ്ട് വരുന്നുണ്ട്. അവിടെ പോട്. അത് ഹീല് പറ്റിയില്ല കേട്ടോ. ഹെൽത്ത് അടിക്കണം കേട്ടോ. ഹെൽത്ത് ആണ് അടിക്കേണ്ട ഫസ്റ്റ്. ഓ അതങ്ങ് കളി കേട്ടോ. ഓ എടാ ഇപ്പൊ വന്നേ ഉള്ളൂ പബ്ജി ഫീൽഡിൽ അടി നോക്കി. കോച്ച് അടിയല്ലേ അങ്ങ് ഏതാടി കോച്ച്? അടിയൊക്കെ ഞാൻ അടിച്ച അടിയാണ് കോച്ച്. അക്കി എടുത്തല്ലേ അങ്ങ്. എല്ലാരും ഉണ്ട്. ടീം എഫർട്ട് ആണല്ലേ? അളിയാ കിട്ടി. നീ എങ്ങനെയാടാ മരിച്ചു പോയത്? കിട്ടിയേ ആക്രാന്ത പൂത്താടാ അത്. അയ്യോ പറഞ്ഞ് കേൾപ്പിക്കല്ലേ. അയ്യോ ഞാനാണേ. കുഴപ്പമില്ല കുഴപ്പമില്ല. കാരണം എന്താ പറയാ, അവിടെ കുത്തിയപ്പോഴില്ലടാ, പ്രീവാർ കുത്തിയ സമയത്ത് നമ്മൾ ഇച്ചിരി ഡിലേ, അവർ ഓൾറെഡി കുത്തിയേക്കുമായിരുന്നു, മനസ്സിലായി. അപ്പൊ ഞാനും അത് കുത്തിയായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഫോർ സ്റ്റാക്ക് വണ്ടിയാ. അപ്പൊ ഞങ്ങൾ നേരെ അവിടെ ഉണ്ട്. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ എന്താ വെച്ചാൽ റൈറ്റ് സൈഡ് അങ്ങ് കൊണ്ട് കുത്തി ഇവരെ ബെയിറ്റ് ചെയ്ത് കൊടുത്ത്. എത്ര പേരാണ് നോക്കണോ? വീട്ടിലെ കളി കോച്ച്. കോച്ച് തെറിച്ചു പോയാൽ കൂടി കപ്പ് തെറിച്ചു പോയ ബിയോയും കൂടി ഇത് ലാസ്റ്റില് ഒന്ന് കാണിച്ചു തരണം പ്ലീസ്. കാണണം, പിള്ളേർക്ക് ഒരു അതിശയം. മോബിക്ക് വേണ്ടി നമ്മള് 2 മിനിറ്റ് പ്രാർത്ഥിക്കണം. അല്ലെ മോബിക്ക് ആ കില്ല് ആരോ കൊണ്ടുപോയി. അവൻ എന്റെ വെട്ടിയൊക്കെ പോകുന്നു കോച്ചി. വെള്ളം പറയണായിട്ടില്ല. ഞാനപ്പോ ഇടിക്കാന്നുള്ള ഫ്രണ്ടിൽ കിടന്ന് ചാടി കളിക്കുന്ന ഞാൻ അവനെങ്കിൽ വിഫ് വയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവനെയൊക്കെ ഞാൻ വെച്ച് അടിക്കും. അല്ലല്ല ഇത് ബഗ്ഗ. ഇതാണ് റിഡ്ജി കിടന്ന് മൂവ്മെന്റ് ഇടലെന്ന് പറയണത്. തെറിച്ചു പോയി. ആർക്കാ കോള്? ആള് തരികടയാണല്ലേ. മാഡി ലാസ്റ്റ് വീഴുന്നു. മാഡിയുടെ ബിയോ കാണണം എനിക്ക്. അത് കാണുന്നു. തലയും കുത്തി പടയോർ താഴെ വീഴുന്നു. എന്താണ് ഞാൻ കണ്ടില്ല. ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ എന്താ ആ വണ്ടി എനിക്കും അങ്ങനെ ആയിരുന്നടാ. ഞാൻ ആ വണ്ടിനെ ഞാനും തല്ലുന്നതാ നനങ്ങിട്ടേക്കുമ്പോ. ശരിയാണ്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, സന്തോഷം മാത്രം. കോച്ചിൽ നിന്ന് കോള് വരുന്നു MRC. കോച്ച് എന്ത് പറയും? അവിടുത്തെ ശിശുപൊട്ടിക്ക് ബന്ധമുള്ള വഴി ഒന്ന് കാമാക്കാൻ വേണ്ടി കോച്ച് വിളിക്കുന്നത്. എന്തിനിവിടെ നടക്കുന്നത്? കണ്ട അവിടെ ആ പൊട്ടന്മാരവിടെ നിക്കുന്നുണ്ടാ. അവരെല്ലാരും ഇത് വെയിറ്റ് ആയിരുന്നടാ. ഇത് ഞങ്ങളുടെ വെയിറ്റ് ആയിരുന്നു, മനസ്സിലായ ഈ സ്ഥലം. ഇത് ഞങ്ങളവിടെ കൊണ്ട് കുത്തിയതാ അവന്മാര് വന്ന് അവിടെ വരാൻ വേണ്ടി. നിങ്ങളെല്ലാവരും കഴിഞ്ഞിട്ട് എന്റെ ഒരു ഞാൻ ഇവിടെ അവന്മാരെ അടിക്കാൻ നിന്നില്ല, ഞാൻ കറങ്ങാൻ നിന്ന്. അവിടെ നിന്ന് അടിച്ച ഞാൻ നീ കറങ്ങി അടിക്കുന്നേ? ഞാൻ കറങ്ങി, ഞാൻ അവന്മാരെ അടിക്കാൻ നോക്കിയില്ല. ഇങ്ങനെ അടിച്ചു ഇപ്പൊ നമ്മുടെ PVP കോഡ് വരും. PVP കോഡ് അവൻ ഇടിച്ചു വന്നല്ലോടാ. എന്താ നമ്മളിങ്ങനെ അപ്പൊ തന്നെ പറഞ്ഞു കൊടു. എടാ ഇവനെ
ഡീവനെ മറ്റേ ഇന്നലെ അവനെ തെറി വിളിച്ചു ഡീവനെ അതാ 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 അതിന്റെ പൊളിച്ചില് ഇന്നലെ ഡീവന്റെ തന്തയ്ക്ക് വിളിച്ചെന്ന് പറഞ്ഞ പൊട്ടിയിരിക്കുന്നു ടീമിന്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായി? DNL തള്ളയോളി വിട് പുഴുത്തിരിക്കണവര് നീ വിളിച്ചിട്ട് കാര്യമില്ല. ഇവിടെ പുഴുത്ത ശവത്തിനെ വിളിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായി? വിട്ടേരാ വിളിക്കണമെങ്കിൽ മുച്ചിരിനെ ഒളിപ്പിച്ചു കൊടുക്കണം. മറ്റേ ആട്ടിലിട്ട് റോട്ടില് പൂറ്റിലിട്ടെന്ന് പറയാ. മാന്ത്രിക ഉണ്ടെങ്കിൽ മണി കിട്ടി എന്നൊക്കെ പറഞ്ഞിരിക്കും. സർവർ മാറ്റിയെന്നിടാ നീ. അല്ല വാച്ചന കേട്ടില്ല എന്തോ? അല്ല ഒന്നുമില്ല മകളെ, കളിയാണ്. അവിടെ പണി ഇവിടെ ഇട്ട് ഇത് വിഷയ അടിയായിരുന്നു. ഇത് എടാ ഇവിടെ ആ ഹോൾഡ് വന്നില്ല, അവിടെ തീർന്നോ? ആ ഓടുന്നില്ല. രോമാഞ്ചം വന്നു. രണ്ടാമത്തെ കളിയും കൊള്ളാടാ. രണ്ടാമത്തെ കളിച്ച് അവനെ തന്നെ എടുത്തിട്ട് അടങ്ങണമെന്ന്. അല്ല പക്ഷെ ഇത് എല്ലാരും ഒരു സമയത്ത് അടി തുടങ്ങിയപ്പോഴേ കാണാൻ തന്നെ രസമായിരുന്നു. എടാ ഇവിടെ ഹോൾഡ് വന്നതിന് ശേഷം ഉണ്ടല്ലോ ജുഗ്രുവിനെ വെച്ച് ആരോ അടിക്കുള്ളിയാ. അത് ഞാൻ കാണിച്ചുതരാം. ഞാൻ നിന്റെ തൊട്ട് ബാക്കിലുണ്ട്, എനിക്ക് പൊടി. ഞാൻ രണ്ടെണ്ണത്തിന് വെച്ചും കൊടുക്കും. അത് ദിഗോടല്ലേ അടിക്കണത്? അതല്ല. എന്നിട്ട് ഇപ്പൊ നിക്കുന്നുണ്ടാ, ഇപ്പൊ ഗണ്ണിലാണ് നിക്കുന്നുണ്ടാ. ഈ സമയത്ത് ഞാൻ അടുത്തേക്ക് ഞാനാണേ പറയുന്നത് എന്താണെന്നറിയോ? എടാ ഹോൾഡ് ഇട്ടിട്ട് വെടി വെക്കുന്നത് ആ പൊട്ടച്ചവനാ വെടി ചോടുന്നത്. ചോദിക്കുന്നുണ്ട് കൊറേ പേര്. നീല ഉറങ്ങിയില്ലേ? നീലക്കുട്ട പോയില്ലേ? ആദ്യം മറ്റേ മണ്ട അവനെ ഞാൻ വെച്ചടിച്ചായിരുന്നു അവനെ, ആ മണ്ടനെ. അവൻ പോയി. കണ്ടിരിക്കും സ്റ്റീവേ ഫുള്ള് AFK വിട്ട്. എനിക്ക് കണ്ടൂടാ വാസുണ്ടെന്ന്, എനിക്ക് കണ്ടൂടാ. ഇനി ഇപ്പൊ നോക്കി ഞാൻ ഇവിടെ നിക്കുവേ. ഇത് കണ്ടാ ഇത് ഞാൻ കണ്ടു മരത്തിനോട് കുറെ ക്വാളിറ്റി ഇത്രയൊക്കെ ഉള്ളേ. ഞാനാണ് ക്രിസ്മസ് മരം. ഞാൻ പറഞ്ഞുതരാം ഇവന്മാരെന്താ കാണാണ്ടിരുന്ന അറിയോ? എല്ലാ സ്ട്രെച്ചാ, അൾട്രാ സ്ട്രെച്ച്. ഞാൻ മരം. നിങ്ങളെ ഈ റേഷ്യോ യൂസ് ചെയ്താൽ മതി. 1:0 അപ്പൊ കാണാൻ പറ്റും. അല്ലെങ്കിൽ 40 ഞാൻ മരം. നിങ്ങളുടെ അടുത്ത് വരും. ഞാൻ ഇടയ്ക്ക് വെടിവെക്കും. കോച്ചിനെ റാംബോ എന്തൊക്കെയോ പറഞ്ഞല്ലോ കോച്ചേ. ഇനി അടുത്ത ആരാ POV ഇവിടെ? പുറത്ത് നിന്ന് കണ്ടപ്പോ ഭയങ്കര ഡിലേ ആയിട്ട് തോന്നിയ ഇത് ഇത് കാണുന്നുണ്ടോ? ഇത് നോക്കേ, നിങ്ങൾ എന്റെ POV കാണുന്നുണ്ടോ? എടാ എന്റെ POVയില് നിങ്ങൾ ആരും കാണത്തില്ല. എനിക്ക് ഇവന്മാരെ മാത്രമേ കാണുന്നുള്ളൂ. നോക്കിക്കോട്ടെ. അതെ എനിക്ക് ഇവന്മാരെ കാണുന്നുള്ളൂ. റേഡിയോയിലൊക്കെ കണ്ട ആരുമില്ല.
എടാ അത് മറ്റേ ഹൈഡ് ഇട്ടിരിക്കുക. നല്ല കാര്യം നല്ല കാര്യം. അങ്ങനെ എടാ എനിക്ക് വിഷൻ ഇല്ലെന്ന് ഈ റേഡിയോ ഇല്ലോണ്ട് ഭയങ്കര ഇതാവുന്നു. 30 പേരുള്ളതുകൊണ്ട് 25 പേര് സംസാരിക്കുമ്പോൾ മാത്രം വരും. എല്ലാരും ഗ്യാങ്ങിലുള്ളവരൊക്കെ ഇടണം. ഇത് മസ്റ്റാ. ഇനി ഞാൻ ഇവിടെ കുത്താന്ന് വിചാരിക്കും. നമ്മുടെ കൂടെ ഉള്ളവരാണെന്ന് പറയും. നോക്കുമ്പോ അവിടുന്ന് വരുന്നത്. അപ്പോഴേക്കും വാസണ്ണ ചാടി ഇറങ്ങി. ഞാൻ പോണേ. വാസണ്ണ ചാടി ഇറങ്ങി. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ വണ്ടി പോയി. പോയി. എടാ ആ വണ്ടിയുടെ കവർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയത്. മനസ്സിലായി? ആ വണ്ടി ഇവിടെ മാഞ്ഞു പോയി. ഇത് നോക്കിക്കോ. ഇതെന്ത് ഇവന്മാര് എന്റെ POV TV ആരുമില്ല നോക്കുന്നത്. 1 ചത്തടങ്ങ് 2 3 ചത്തടങ്ങ്. ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഓ നമ്മള് കളി പോയി. ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കളി പോയെന്ന് കേട്ടോ. എങ്ങനെ അടിക്കാൻ ആൾക്കാരെ കഥ പറഞ്ഞോടിക്കണം. അവന്റെ ഫുൾ കോൺഫിഡൻസ് തീർന്ന അവിടെ. എങ്ങനെ അടിക്കാന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നു. ഇവനെ അടിക്കുക. റേഡി ഇട്ടിട്ടില്ല. എത്ര എട്ര കൊടുക്കണം നോക്ക്. അതിന്റെ അവൻ കിടന്ന്. എന്നിട്ട് വേറെ ആർക്കെങ്കിലും പോയാ? അത് കിട്ടി. അത് നൈസ്. ഇനി ഞാൻ ചാവും. ഇനി ഞാൻ ചാവും. പറഞ്ഞേക്ക് ഇനി ഞാൻ ചത്തതിന് ശേഷം ഇതൊരു സീനുണ്ട് ഇതിന്റെ അകത്ത്. അവന്റെ സത്യം പോലെ കയറി വരുമല്ലോ എല്ലാം. ഇത് നോക്കിക്കോ. എടാ ഇത് ഈ സമയത്ത് ഞാനും പേടിച്ചോടാ. കാരണം ഞാൻ നോക്കിയപ്പോ എടാ കാരണം ഞാൻ നിങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇപ്പഴാണ് കാണുന്നത്. മനസ്സിലായോ? ഞാൻ ഇവിടെ കിടന്ന് അലറി വിളിക്കായിരുന്നട്ടാ. അപ്പൊ നോക്കിയപ്പോ ഒരു കൂട്ടം മെമ്മാർസി വരും. ഞാൻ ഓമ്പിയാ. ഞാൻ പതുക്കെ മിണ്ടാതിരുന്ന്. പിന്നെ വാറിൽ എനിക്ക് പുള്ളോപ്പിനെ കിട്ടി. അത് പിന്നെ കുഴപ്പമില്ല. എല്ലാ ദിവസവും പക്ഷെ അതിനു മുന്നേ ഹോൾഡിന് മുന്നേ ഞാനാ അടിച്ചിട്ടേ അവനെ പാപ്പാടത്തെ. സർവ സൈഡിന്ന് ഷെഡ്യൂൾ ചെയ്തത് അതുകൊണ്ട് വെച്ചത്. മണിക്കൂർ കാണും കേട്ടോ. അത് മണിക്കൂറുകൾ കാണും ഉറപ്പ്. എടാ നീ അടിച്ചില്ലേടാ ജുഗുരു? ആ വണ്ടിനെ അടിച്ചില്ലേ നീ? നീ ആ വണ്ടി അതിനെ അടിച്ചിട്ട് കാര്യമില്ലടാ. ടൈം കളയാൻ വേണ്ടി നിക്കുന്ന വണ്ടിയത്. നീലന്റെ POV ചോദിക്കുന്നുണ്ടോ ഇവിടെ? എടാ ഞാൻ പക്ഷെ ഒരു കാര്യം പറയട്ടടാ. ഈ പ്രീവാർ എന്ന് പറയുന്ന അവന്മാർക്കാരുന്ന അഡ്വാൻറ്റേജ് അല്ല. എന്നിട്ട് നമ്മൾ അടിച്ചെടുക്കുക. ഇവിടെ വണ്ടി നിന്ന് അടിക്കാം. എനിക്ക് മനസ്സിലായില്ല വേറെ സംഭവം എന്താ. ഇത് പ്രീവാർ. ഞാൻ പോയി. പക്ഷേ എടാ അണ്ണനോടൊന്നും സംസാരിക്കണം. എല്ലാവർക്കും സുൽത്താൻ എടാ ഇത് കഴിഞ്ഞിട്ട് ജുഗുറിനെ വെടിവെച്ചോടാ. ഒരു സീനുണ്ട്. ജുഗു അതൊന്ന് കാണിച്ചു. എടാ അത് എന്റെ POV കാണണോടാ. അല്ല ജുഗുറോടെ പറയടാ പൊട്ട. ബേബിയാടാ സൈഡിൽ കൂടെ എടാ നിന്റെ ചാനലിൽ ഇതൊക്കെയാണ് അഡ്വർടൈസ്മെന്റ് വരുന്നത്. അതെന്താ അറിയാലോ കൊച്ചുപിള്ളേർ കാണാൻ തുടങ്ങി. എടാ സൈഡില് ഞാൻ തെറിവിളി അടിയും അളിയാ MRC എടാ സ്കൂബിയുടെ ഒന്നുകൂടെ MRC ആൾക്കാർക്ക് കാണാം. ഒന്നുകൂടെ ചെക്ക് DC കോച്ചിന് തെറി വിളിക്കുന്നു റാംബോ എന്നാണ്. ഏത് DC-ലാ? അവനെടാ കോച്ച് മറ്റേ ഹെൽപ്പ് ഇട്ടപ്പോ റാംബോന്റെ അച്ഛനാന്ന് വിചാരിച്ചിരുന്ന് തെറി വിളിക്കണ്ടായിരുന്നു തോന്നുന്നു കോച്ചിനെ. തള്ളക്കൊക്കെ എന്ത് വിളിക്കണ്ടേ. എടാ ഇത് നോക്കടാ ജുഗുറു നിന്നെ കൊല്ലുന്ന എന്റെ POV നോക്ക്. എടാ അതൊന്ന് കാണിച്ചടാ ഒന്ന്. എവിടെ എന്റെ ഡിസ്കോഡിൽ എന്തോ കിടക്കണ്ടെന്ന് തോന്നുന്നു. എന്റെ ഡിസ്കോഡിൽ കിടക്കണ്ട. ഏറ്റവും ലാസ്റ്റ് കിടക്കണത് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കി. ഗോഡിന്റെ ലൈൻ ഓഫ് എയർ കയറി ചെന്നതിന് വിളിക്കണ അഡ്മിൻ പ്ലീസ് കം ടു മീ. അവരൊന്നും കൂടെ എടുത്ത് വെച്ചോട്.
ഇപ്പൊ വായിൽ വെച്ച് കിട്ടിയല്ല പട്ടി കൂടി മോനെ. കേട്ടാ പുള്ളി കേക്കടാ കരിമ്പാറ പൊള്ളയാടി. എടാ പിന്നെ അവരെന്തോ ആളിയാ കണ്ടാറോളി താഴോളി നീ ഇനി തെറി വിളിച്ചു കഴിഞ്ഞാ വൈരെ അടിച്ച് കരണം പൊട്ടിക്കും. ഹെൽമെറ്റ് വെക്കാൻ പഠിക്കണം. എടാ മര്യാദക്ക് അവനെ സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ കൈയിട്ട് വീശും. ഒരു സെക്കൻഡ് വാട്ട് ഇസ് മീൻ ബൈ പൊളിയാടി ബൈ ദ വേ? പോലെ അതിന് റിപ്ലൈ എടുത്തേ കോച്ച് അതിന് റിപ്ലൈ എടുത്തേ. അടിച്ചു കൊടുത്തെന്ന് കേട്ടാ. വെരി സിമ്പിൾ റാ. അവൻ 10 നായി അടിച്ചു ஊத்துனவன் என்ன பண்றது? ஓத்து விட்டாங்கல புண்டிச்சி மோனே. நீனா பேசாத புண்டா மோனே. റാംബോ നിനക്ക് മനസ്സിലാണ് അങ്ങനെ മരത്തിൽ വിളിക്കുന്നത് മനസ്സിലായോ? കമ്മ്യൂണിറ്റി നന്നാക്കണവരാണേ. നീലന്റെ POV ഇതില് ഇവിടെ ഉണ്ട്. ഈ സെർവറിൽ തമിഴിലൊക്കെ ഒന്ന് പണിട്ടിട്ട് പോണു. അല്ലല്ലല്ല ഇവൻ ചത്തതല്ല, അവന്റെ രണ്ടെണ്ണമായിട്ട് വന്നത്. ഇവനെ കൊല്ലണമെന്ന് ഞാനാണ്. ബുള്ളോപ്പിനെ ഞാനെ കൊല്ലണം. അത് രണ്ടെണ്ണമായിട്ട് വന്നതാ. 1 2 അവന്റെ ഒന്നുകൂടെ വരുന്നതാ. നീലനായിരുന്നോ? നീല പോയോ? ഞാൻ പറയാവുന്നേ ഞാൻ പറയാവുന്ന ഇതുകൊണ്ടാണ് നിന്നെ ടീക്കർ നീലന്റെ ഞാൻ പഴയ മാറിയിട്ടൊന്നുമില്ല. എടുത്തല്ലേ എടാ അത് ഹോൾഡർ കില്ലാടാ. പക്ഷെ അത് കൊന്ന് നീല ഇല്ലടാ. നീലിന്റെ POV കാണിക്കാൻ. എടാ നീല് കിടന്ന് ഉറങ്ങി മനസ്സിലായോ? അവന് സ്പാം ചെയ്താലേ സൗണ്ടില്ല കാണിക്കേ ഊമ്പ്. മക്കളെ കാണി നമ്മള് കണ്ടോളാം. നാളെ അവൻ ലൈവ് വരുമ്പോ വേണേ അവൻ ലൈവ് ചോദിക്കണ കുണ്ണെ കുറെ നേരം സ്പാം ചെയ്യുന്നു നീ. എന്താ അല്ല അവൻ കുറെ നേരം സ്പാം ചെയ്യുന്നു. നീലിന്റെ POV അവൻ കാണണ്ട കാര്യം കഴിഞ്ഞില്ലേ? നീല എന്റെ ചാറ്റിൽ വന്ന് ഞാൻ മൊബൈലിലാണ് നാളെ കാണിച്ചു തരാന്ന് കേട്ടല്ലോ. നാളെ ലൈവ് വരുമ്പോ കാണിച്ചു തരും. നോക്കൂലേ ഇപ്പൊ ഒരു വെച്ചടിക്കുമേ പപ്പട പോമ്പി ഉള്ളോബി പോമ്പി കാര്യം കഴിഞ്ഞ് അത് ഹോൾഡിലടിച്ച് അവനെ കൂടി കൊന്നളായിരുന്നല്ലേ? അവനൂടെ കൊല്ലണായിരുന്നു. അവനാണ് കൊന്നു തുടങ്ങിയത് ഹോൾഡില്. കള്ള അഞ്ചാവും പൊട്ടി തീർച്ചയായിട്ടും മാത്രമാണ് കൊല്ലാത്തത്. ഏറ്റവും വലിയ ഓമ്പിയ ജീവിതം എന്നൊക്കെ പറയണ പ്രണവ് സേട്ടന്റെ കളിയാ. അല്ലല്ലല്ല